നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്താ അച്ഛന് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഇത് സ്വാഭാവികമായ ഒരു വീഴ്ചയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛനെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അച്ഛനെന്തെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വീഴുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണതല്ല, തള്ളിയിട്ടതാണെന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ അതാര് ചെയ്തു? അത് നമ്മൾ അനുമാനിക്കേണ്ടതല്ല. നന്ദനങ്ങളിന് നല്ല ബോധം വന്നതിന് ശേഷം അങ്കിൾ തന്നെ പറയേണ്ടതാ. ഇതിപ്പോ നമ്മുടെ വീട്ടിലെ മുകളിൽ നിന്ന് വീഴുന്ന രണ്ടാമത്തെ ആളാണ്. സാക്ഷിയെ തള്ളിയിട്ടത് പ്രേ ചെയ്താണെന്ന് തെളിഞ്ഞ കാര്യമാണല്ലോ. നന്ദൻ ഇനി മനഃപൂർവ്വം ചാടിയതാവോ? എന്തിന്? ഇനി അരുണിമയമ്മയും വല്ല വഴക്കോ മറ്റോ ഉണ്ടായതിന്റെ ടെൻഷനിൽ. അമ്മയുമായിട്ട് വഴക്കിട്ടാൽ അച്ഛൻ ഉടനെ ടെറസിൽ കയറി താഴോട്ട് ചാടുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഒരു 90% സ്ത്രീകളും വിധവളായനല്ലോ. ഇനി അതാണ് കാരണമെന്ന് വെച്ചാൽ തന്നെ എന്തിന് നമ്മുടെ വീട്ടിൽ വന്ന് ചെയ്യണം? അങ്കിളിന് ആ വീട്ടിൽ വെച്ച് തന്നെ താഴേക്ക് ചാടിയ പോരായോ? മാത്രമല്ല അങ്കിളും ആന്റിയും നല്ല സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നതെന്നും പറയുന്നു. അപ്പൊ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? കണ്ടുപിടിക്കാൻ നമുക്ക്. അച്ഛൻ തൽക്കാലം അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ആലോചിക്കാതെ എന്ത് ചെയ്യാൻ? അന്നേ മുകളിൽ CCTV വെച്ചാ മതിയായിരുന്നു. അതുകൊണ്ട് എന്ത് ഗുണം? എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാൻ പറ്റൂലോ. അച്ഛാ, പുറത്ത് നിന്ന് വീടിനെ പറ്റിയും ചുറ്റുപാടിനെ പറ്റിയൊന്നും അറിയാതെ വരുന്നവരെ സ്പോട്ട് ചെയ്യാനായിട്ട് CCTV. നന്ദനങ്ങളിൽ പറ്റിയത് അപകടമല്ല, മനഃപൂർവ്വം ആരെങ്കിലും ഒരാൾ ചെയ്തതാണെന്നിരിക്കട്ടെ. അത് പുറത്തു നിന്ന് വന്ന ഒരാളാണ് ചെയ്തതെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ? ഒട്ടും പ്ലാനിങ് ഇല്ലാതെയാ അങ്കിളും ആന്റിയും നമ്മുടെ വീട്ടിലേക്ക് വന്നത്. എന്നിട്ടും അത് നേരത്തെ മനസ്സിലാക്കി അക്രമി നമ്മുടെ വീട്ടിൽ കയറി കാത്തിരിക്കുകയായിരുന്നെന്ന് അച്ഛൻ വിചാരിക്കുന്നുണ്ടോ? ഇനി ഒരു വാദത്തിന് വേണ്ടി അത് സമ്മതിച്ചു എന്ന് തന്നെ വെക്കുക. വീട്ടിലേക്ക് വരുന്ന അങ്കിളിന് ഒരു ഫോൺ വരുമെന്നും ആ ഫോൺ അറ്റൻഡ് ചെയ്ത് ടെറസിലേക്ക് വരുമെന്നും അക്രമിക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുമോ? പിന്നെ എന്താണ് ഇതിന്റെ ഒരു സാധ്യതയായി നീ കാണുന്നത്? ഒന്നുകിൽ എല്ലാവരും കരുതുന്ന പോലെ ഇത് യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും അങ്കിളിനെ തള്ളിയിട്ടിട്ടുണ്ടാവും. ആര്? ആ ചോദ്യത്തിനാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. അത് കിട്ടുന്നതോടെ നമ്മുടെ വീട്ടിലെ പല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛമ്മയുടെ സ്വർണം എടുത്തു മാറ്റി മധുവാന്റെ മുറിയിൽ കൊണ്ടുവച്ചത്, ആ സ്വർണത്തിന്റെ പകർപ്പെടുത്ത് സ്നേഹയെ സംശയത്തിന്റെ നിഴലിൽ കൊണ്ടുവന്നത്, അങ്ങനെ കുറെ നാളായി നമ്മുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും പിന്നിൽ എന്താണെന്ന് നമുക്ക് അതോടെ വ്യക്തമാവും. നീ എന്തൊക്കെയോ ഉള്ളിൽ വെച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. എന്തായാലും എന്നോട് പറ. അച്ഛാ, ഞാനെല്ലാം സമയമാകുമ്പോൾ പറയാം. അച്ഛനൊരു കാര്യം ചെയ്യണം. ഇവിടെ ആരെങ്കിലും ഒരാൾ എല്ലാ സമയത്തും ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. നന്ദനങ്ങളിന് ഓർമ്മ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നത് വരെ ICUവിനുള്ളിലേക്ക് ആരെയും കടത്തിവിടരുത്. ഇനി അങ്ങനെ ആർക്കെങ്കിലും പോകേണ്ടി വന്നാൽ തന്നെ അച്ഛനും കൂടെ ചെല്ലണം. അതിപ്പോ അച്ഛമ്മയോ മധു ആന്റിയോ അല്ലെങ്കിൽ അരുണിമാന്റിയോ അമ്മയോ പൂജയോ ആരും ആയിക്കോട്ടെ. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? അവരിൽ ആരോ ഒരാളാണ് ഇത് ചെയ്തതെന്നോ? അങ്ങനെയല്ല അച്ഛ. ഓരോരുത്തരെയായിട്ട് ഒറ്റയ്ക്ക് കാണാൻ അനുവദിച്ചാൽ ആർക്കും കയറി ചെന്ന് കാണാം. നമ്മുടെ കുടുംബക്കാർക്ക് മാത്രമല്ല, പുറത്തുനിന്ന് വരുന്ന ആർക്കും. അച്ഛനില്ലാതെ ആരെയും കാണിക്കില്ല എന്നാണെങ്കിൽ ആരൊക്കെയാണ് വന്നു പോയതെന്ന് നമുക്ക് ഉറപ്പിക്കാം. ആരെ കാണുമ്പോഴാണ് അങ്കിളിന് ഭാവവ്യത്യാസം ഉണ്ടാവുന്നെന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. ഒരു കാര്യം ഉറപ്പാ, ഇതിന് പിന്നിൽ മറ്റൊരാളുടെ കൈ ഉണ്ടെങ്കിൽ അയാൾ ഒറ്റയ്ക്കല്ല. വീട്ടിലെല്ലാവരും ഉള്ളപ്പോൾ അങ്കിളിന് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ ആശുപത്രി വെച്ചും എന്തും ചെയ്യാൻ കഴിയും. നീ ഉദ്ദേശിക്കുന്നത് കമ്മീഷണർ ഹേമചന്ദ് തന്നെയാണോ? എന്തുകൊണ്ടായിക്കൂടാ? വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിട്ട് പോയതല്ലേ അയാൾ. അയാൾ അവിടെ വന്നിട്ടൊന്നുമില്ലല്ലോ. അയാൾക്ക് വേണ്ടി വേറെ ആരെങ്കിലും ആണെങ്കിലും. അയാൾക്ക് വേണ്ടി വീട്ടിലാരാ? എല്ലാം ഉടനെ വിളിച്ചത് വരെ വെച്ചാ. തൽക്കാലം ഞാൻ പറഞ്ഞതൊക്കെ അച്ഛൻ ചെയ്യും, ബാക്കിയൊക്കെ പിന്നെ. അച്ഛ, ഒരു കാര്യം മാത്രം ഓർമ്മ വെച്ചേക്കണം. ഞാനിവിടെ ഇല്ലാത്ത സമയത്തെല്ലാം അച്ഛന്റെ ഒരു ശ്രദ്ധ ഇവിടെ തീർച്ചയായിട്ടും വേണം. വരൂ. കമ്മീഷണർക്ക് വേണ്ടി വീട്ടിനുള്ളിൽ ഒരാളെന്ന് പറയുമ്പോ ഇനി വസന്തമല്ലതും ആയിരിക്കും. അച്ഛൻ വരുന്നില്ലേ? ദാ വരുന്നു. അല്ല അർജുൻ,
കമ്മീഷണർക്ക് വേണ്ടി വീട്ടിൽ ഒരാളെന്ന് പറയുമ്പോ അച്ഛൻ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, അച്ഛൻ കേട്ടിട്ടുമില്ല. മനസ്സിലായല്ലോ? ഇവിടെ വെച്ച് സംസാരിച്ചതിൽ അങ്കിളിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞതൊഴികെ ബാക്കി എല്ലാം മനസ്സിൽ നിന്ന് വിട്ടേക്കണം. മനസ്സിലായല്ലോ? വാ. അമ്മേ, എനിക്കറിയാതമ്മേ. ഫോണുമായി സംസാരിക്കാൻ പുറത്തേക്ക് പോയ ആളെങ്ങനെയാ മുകളിലെത്തിയെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ഓരോ നേരത്ത് ഓരോ തോന്നലും, അല്ലാതെ എന്ത് പറയാന്. ഈശ്വര, അവിടെ നിന്ന് തെന്നി വീഴാൻ ഒരു സാധ്യതയില്ലല്ലോ. എങ്ങനെ പറ്റിയെന്നിപ്പോ നന്ദേട്ടനോട് ചോദിച്ചാലല്ലേ അറിയൂ. ആനന്ദിനെ അർജുനെ ഒന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ മാധുരി? ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചു നോക്കിയതേ ഉള്ളൂ അമ്മേ. ബോധം വന്നിട്ടില്ലെന്നാ പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ലേ, ഈ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഏതോ ചില ദുഷ്ടശക്തികൾ ഈ വീട്ടിലുണ്ട്. അല്ലാതെ ഇങ്ങനൊന്നും സംഭവിക്കില്ല. ഇനിയിപ്പോ ഫോൺ എങ്ങാനും പാരപ്പറ്റിലേക്ക് വീണുപോയിട്ട് അത് എടുക്കാനെങ്ങാനും കുനിഞ്ഞപ്പോ സംഭവിച്ചതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഇറങ്ങിയെടുത്ത പോരെ. ഇത് അപ്രതീക്ഷിതമായി താഴേക്ക് വീണുപോയതായിരിക്കും. എന്തെങ്കിലും വന്ന് ദേഹത്ത് വീണതോ കൊണ്ടതോ മറ്റോ. പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ കാണാനുമില്ല. അമ്മേ, അമ്മ ഇങ്ങനെ കരയാതിരിക്കെ. ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ കരഞ്ഞ അമ്മയ്ക്ക് എന്തെങ്കിലും വരും. വരട്ടെ മാധുരി, ഇതിലും ഭേദം എന്തെങ്കിലും വരുന്നതാ. എത്ര കാലമായി ഈ ദുരിതം തുടങ്ങിയിട്ട്? ഒന്നല്ലെങ്കിൽ ഒന്ന്. ഈ വീട്ടിൽ എല്ലാ കാലത്തും അതുണ്ട്. നമ്മുടെ കൂടെ സംസാരിച്ചിരിക്കായിരുന്നില്ലേ അരുണമ്മ ചേച്ചി? നന്ദേട്ടൻ വീഴുന്നതിന് തൊട്ടു മുമ്പല്ലേ അരുണമ്മ ചേച്ചി മുകളിലേക്ക് പോയത്? എന്നുവെച്ച് അമ്മ അച്ഛനെ മുകളിൽ നിന്ന് തള്ളിയിട്ടെന്നാണോ? ഇനി അങ്ങനെ ഒരു ആരോപണം കൂടി അമ്മയുടെ തലയിൽ കെട്ടിവെക്കണോ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാ മധുവിന്റെ അങ്ങനെയൊക്കെ പറഞ്ഞത്? അമ്മ മുകളിൽ പോയി എന്നത് ശരിയാ, പക്ഷെ തള്ളിയിടുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അതിന് മധു അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ മോളെ. പക്ഷെ പുറമേ നിന്ന് കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നും. അത് പൂജയുടെ മാത്രം തോന്നല. മുകളിലേക്ക് പോയ അരുണമ്മ ചേച്ചി നന്ദേട്ടൻ വീഴുന്നത് കാണാൻ സാധ്യത ഉണ്ടല്ലോന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ അരുണമ്മ ചേച്ചിയെ പ്രതിയാക്കാൻ ഞാൻ വിചാരിച്ചിട്ടില്ല. അതൊട്ട് ചെയ്യയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നന്ദേട്ടൻ അങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴാൻ സാധ്യതയില്ല. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താന്ന് നന്ദേട്ടന് ബോധം വരുമ്പോ അറിയുകയും ചെയ്യാം. അല്ല, ആ സമയത്ത് പൂജ എവിടെയായിരുന്നു? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എവിടെ? ഞാൻ ചെല്ലുമ്പോ അച്ഛൻ പുറത്ത് നിൽക്കായിരുന്നു. ചായ കൊടുത്തിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോന്നു. എന്നിട്ട് ആ ചായ പുറത്തിരിക്കായിരുന്നല്ലോ. അച്ഛനത് കുടിച്ചാണല്ലോ. അവിടെ വച്ചോളാൻ പറഞ്ഞതനുസരിച്ചാ ഞാൻ അവിടെ വെച്ചത്. മധുവന്റിയുടെ ഭാവം കണ്ട ഇത് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണമെന്ന് തോന്നുമല്ലോ. അത് നിർത്ത്. ഇനി എന്തായാലും പറ്റിയത് പറ്റി. എങ്ങനെ പറ്റിയെന്ന് കണ്ടുപിടിക്കാൻ ഇനി അധികം നേരമൊന്നും വേണ്ടല്ലോ. അതിനിടയിൽ നമ്മൾ വെറുതെ സംസാരിച്ച് കുഴപ്പമുണ്ടാക്കണ്ട. മുറിയിലേക്ക് ഇല്ല. അമ്മേ, കടുപ്പത്തിലൊരു ചായ. നല്ല തലവേദനയുണ്ട്. ഡോക്ടർ എന്താ പറഞ്ഞ മോനെ? ഈ വീട്ടിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. അത് ഉറപ്പാ മോനെ. വൈകാതെ എല്ലാം ശരിയാവും അച്ഛമ്മേ.